നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പുതിയ നിർണായകമായൊരു നീക്കമുണ്ടായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നാളുകളായി വീണ വിജയനെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഒരു തവണ വീണ വിജയൻ EDയുടെ മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അതിനു മുമ്പ് മെയ് 27-ാം തീയതി വീണ വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ബേക്കറി മുക്കിലുള്ള മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ ED റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ED റെയ്ഡിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് CPMലെ മുൻ മന്ത്രിമാരും CPMൻ്റെ MLAമാരും പ്രാദേശിക നേതാക്കളെല്ലാവരും ED ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്ന കാഴ്ച കേരളം കണ്ടു. ED ഉദ്യോഗസ്ഥർ ഏതാണ്ട് 8.5 മണിക്കൂർ നേരമാണ് വീണ വിജയനെ അന്ന് ചോദ്യം ചെയ്തത്. വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ 8.5 മണിക്കൂർ നേരം നീണ്ടുനിന്നു. ഒടുവിൽ വീണ വിജയൻ്റെ ബാങ്ക് രേഖകളും അവരുടെ ഫോണുമെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ED ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെ തടിച്ചുകൂടിയിരുന്ന CPMൻ്റെ മുൻ MLAമാരും മുൻ മന്ത്രിമാരും പ്രാദേശിക നേതാക്കളെല്ലാവരും അടങ്ങുന്ന ഒരു സംഘം EDയുടെ വാഹനത്തിന് നേരെ ചാടി വീഴുന്നതും അവരെ ഉപദ്രവിക്കുന്നതും അവർ സഞ്ചരിച്ച കാറിൻ്റെ ചില്ല് തല്ലിപ്പൊളിക്കുന്നതും ആ ചില്ല് തുളഞ്ഞു കയറി EDയുടെ ഡ്രൈവർക്ക് പരിക്ക് പറ്റുന്നതും. ED ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 26 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിനുശേഷം EDയുടെ കൊച്ചി ഓഫീസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കുന്നു. ആദ്യം നോട്ടീസ് കിട്ടിയ വീണ പറയുന്നു തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഹാജരാകാൻ സാധിക്കുന്നില്ല. എന്നാൽ തൊട്ട് അടുത്ത് മറ്റ് 2 ദിവസത്തിന് ശേഷം വീണ EDയുടെ കൊച്ചിയിലെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാവുന്നു. അന്നും ഏതാണ്ട് 9 മണിക്കൂർ നേരമാണ് ED വീണയെ ചോദ്യം ചെയ്തത്. രാവിലെ 10:30 അന്ന് എത്തിയ വീണ രാത്രി 8 മണിക്ക് ശേഷമാണ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് പോയത്. എന്നാൽ വീണ്ടും 29-ാം തീയതി വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED സമൻസ് അയച്ച് കാത്തിരിക്കുകയായിരുന്നു. അതായത് ജൂൺ 29-ാം തീയതി. അതിനിടയിൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ 134 രേഖകളും അനുബന്ധ തെളിവുകളുമെല്ലാം EDക്ക് കൈമാറണമെന്ന കൊച്ചി PMLA കോടതിയുടെ ഉത്തരവ് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത് EDക്ക് കൈമാറുകയുണ്ടായി. ED ആ രേഖകൾ കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇന്നിപ്പോൾ വീണ വിജയൻ ED ഓഫീസിൽ കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി രാവിലെ 9:30-ക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവ്. 29-ാം തീയതിയാണ് വീണ വിജയനോട് ഹാജരാകാൻ പറഞ്ഞിരുന്നതെങ്കിലും 26-ാം തീയതി തന്നെ വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ തീർത്തും ചില നിർണായകമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 29-ാം തീയതി ഹാജരാകാൻ പറഞ്ഞിരുന്ന വീണ എന്തുകൊണ്ട് 25-ാം തീയതി നേരത്തെ തന്നെ EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എത്തി എന്നുള്ളത് ചോദ്യം തന്നെയാണ്. കാരണം ആദ്യം ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ വിജയന് സമൻസ് അയച്ചപ്പോൾ തനിക്ക് ശാരീരികമായ സുഖമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി മറ്റൊരു തീയതിയിലേക്ക് ചോദ്യം ചെയ്യൽ ഉറപ്പിച്ച വീണ വിജയൻ തൻ്റെ അഭിഭാഷകന്മാരെ പറഞ്ഞയച്ചാൽ മതിയോ, അല്ലെങ്കിൽ ചോദ്യം എഴുതി തന്നാൽ ഉത്തരം നൽകാം എന്നൊക്കെ പറഞ്ഞ് EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച വീണ വിജയൻ ഇന്നിപ്പോൾ 29-ാം തീയതി ചോദ്യം ചെയ്യലിന് വേണ്ടി വരാൻ പറഞ്ഞപ്പോൾ 4 ദിവസം മുൻപ് 25-ാം തീയതി തന്നെ ED ഓഫീസിൽ ഹാജരായതിൽ നിർണായകമായ പല നീക്കങ്ങളും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വളരെ നിർണായകമായ തെളിവുകൾ ED പരിശോധിക്കുകയും ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമാകുകയും ചെയ്തതിനാലാണ് ED വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും 25-ാം തീയതി തന്നെ വിളിച്ചു വരുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും വീണ വിജയൻ്റെ ഫോൺ ഫോറൻസിക് ലാബിൽ അയച്ചിരുന്നു. അതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും വളരെ നിർണായകമായ ചില രേഖകൾ വീണയുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് EDക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ഉദ്ദേശത്താൽ വീണയെ ED വിളിച്ചു വരുത്തിയത് എന്നൊരു പക്ഷം കൂടി പറഞ്ഞു കേൾക്കുന്നു. അതെന്തു തന്നെയായാലും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരിക്കുന്നത് വളരെ നിർണായകം തന്നെയാണ്. ചോദ്യം ചെയ്യൽ നീണ്ടുപോകും. ഇപ്പോൾ
ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് പോലും വീണ വിജയൻ്റെ ചോദ്യം ചെയ്യൽ കൊച്ചിയുടെ ED ഓഫീസിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന രീതിയാണ് ED എപ്പോഴും അനുവർത്തിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ പുതിയ തെളിവുകളുടെ, അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ നൽകിയ 134 തെളിവുകളുടെയും അനുബന്ധ രേഖകളുടെയും പശ്ചാത്തലത്തിൽ ED വീണ വിജയനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ രീതിയിൽ വീണ വിജയന് ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ വിജയൻ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. നിയമപരമായി വീണ വിജയൻ കുരുക്കിലാകും, അറസ്റ്റിലേക്ക് നീങ്ങും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് കാലത്തിൻ്റെ കാവ്യനീതി ആണ് എന്നാണ് മുൻപ് സ്വപ്ന സുരേഷ് സൂചിപ്പിച്ചിരുന്നത്. അതായത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ സ്വപ്ന സുരേഷിനെ 1.5 വർഷക്കാലത്തിലധികമാണ് പിണറായി വിജയൻ്റെ സർക്കാർ ജയിലിൽ അടച്ചത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടിയാണ് സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് പ്ലാൻ ചെയ്തത് പിണറായി വിജയൻ്റെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന N ശിവശങ്കരനായിരുന്നു. പിന്നീട് ഈ കേസിൽ ശിവശങ്കരനും ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയനാണ് തന്നെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ മാനം കെടുത്തിയത്, തന്നെ ജയിലിലടച്ച്. അതുകൊണ്ട് തനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെല്ലാം താൻ തുറന്നു പറയും. പിണറായി വിജയനും ഒരു മകളുണ്ടല്ലോ, ഏതാണ്ട് എൻ്റെ പ്രായം തന്നെ ആയിരിക്കും ആ മകൾക്കും ഉണ്ടാവുക. എന്നെ ഇത്തരത്തിൽ തേജോവധം ചെയ്ത് എന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച സമൂഹത്തിന് മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കി, സ്വർണ്ണക്കള്ളക്കടത്തുകാരിയാക്കി ചിത്രീകരിച്ച് എന്നെ തേജോവധം ചെയ്ത് ജയിലിലടച്ച് എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച പിണറായി വിജയന് കാലം വലിയ തിരിച്ചടി നൽകും. എൻ്റെ പ്രായമുള്ള ഒരു മകൾ പിണറായി വിജയനുമുണ്ടല്ലോ, ആ മകൾ നാളെ ജയിലിൽ കിടക്കുന്നത് പിണറായി വിജയൻ കാണേണ്ടി വരും എന്നാണ് അന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ വൈകാരികമായി പ്രതികരിച്ചത്. ഏതാണ്ട് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ED വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വീണ വിജയൻ EDയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ നൽകിയിരിക്കുന്ന തെളിവുകൾ പ്രകാരം ആ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ട് ED വീണയോട് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയത്, എന്ത് സേവനമാണ് ചെയ്തത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ നൽകാൻ സാധിക്കാത്ത അടിസ്ഥാനത്തിൽ വീണ വിജയൻ നിയമ നടപടിക്ക് വിധേയമാവുകയാണെങ്കിൽ, വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് കൂനിന്മേൽ കുരുക്കാകും എന്നുള്ളത് യാതൊരു തരത്തിലും സംശയമില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വീണയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഒരു കുരുക്ക് ഇന്ന് നേരിടുകയാണെങ്കിൽ, അറസ്റ്റിലാവുകയാണെങ്കിൽ പിണറായി വിജയനും പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടതായി വരും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 29-ാം തീയതി നിയമസഭ ചേരുന്നതിനാൽ അന്ന് പിണറായി വിജയൻ നിയമസഭയിലായിരിക്കും എന്നുള്ളതിനാൽ അന്ന് ചോദ്യം ചെയ്യൽ ഒഴിവാക്കി ഇന്ന് നേരത്തെ തന്നെ EDയുടെ മുമ്പിൽ ഹാജരാകാം എന്ന് വീണ വിജയൻ അങ്ങനെ ഒരു നീക്കം നടത്തിയതാകാം എന്നും ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെന്ത് തന്നെയായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകളും വീണയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ കൃത്യമായ ഫലങ്ങളുമെല്ലാം EDക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ, അല്ലെങ്കിൽ അത്തരം രേഖകൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ ED വീണ വിജയൻ്റെ മുന്നിൽ നടത്തുന്ന ചോദ്യോത്തരവേളയിൽ വീണ എവിടെയെങ്കിലും പാളിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യലിൽ വീണ വിജയന് എവിടെയെങ്കിലും കാലിടർന്നത് കാണുകയാണെങ്കിൽ തീർച്ചയായും ED വീണ വിജയനെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും. പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടതായി വരും. CMRL ഒരു കാരണവശാലും വീണ വിജയന് വെറുതെ പണം കൊടുക്കേണ്ടതില്ല. അപ്പോൾ വീണ വിജയൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സേവനങ്ങളും CMRന് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ വിജയന് CMRL പണം നൽകിയിരിക്കുന്നത് അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നാൽ അച്ഛനിൽ നിന്നും കരിമണൽ ഖനന കമ്പനിയായ CMRLന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിമണൽ ലഭ്യമാകുന്നതിന് വേണ്ടി വഴിവിട്ട ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിലാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL ഒരു മാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിൻ്റെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപയും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രതിമാസം 8 ലക്ഷം രൂപയാണ് വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത്. ഇങ്ങനെ 1,78 ലക്ഷം രൂപ വീണ വിജയൻ വാങ്ങിച്ചിട്ടുണ്ട്. കൂടാതെ CMRLൻ്റെ N-Power എന്ന കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ 2 തവണയായി വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 4 ലക്ഷം രൂപ മാത്രമാണ് വീണ വിജയൻ ആ കമ്പനിയിലേക്ക് തിരിച്ചടച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയുടെ മകൾ
മകളെയും ഭാര്യ ജയ കർത്തയെയും എല്ലാം ചോദ്യം ചെയ്യലിന് വേണ്ടി ED വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ കർത്തയെയും CMRL ജോയിന്റ് ഡയറക്ടറായ ശരൺ കർത്തയെയും ED ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ CMRL ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ ആ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സമർപ്പിച്ച രേഖകളെ അടിസ്ഥാനപ്പെടുത്തി വീണാ വിജയനോട് ED ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ എന്ത് തരത്തിലുള്ള മറുപടികളായിരിക്കും വീണാ വിജയൻ നൽകുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും 29-ാം തീയതി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ പറഞ്ഞ വീണ 25-ാം തീയതി തന്നെ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെങ്കിൽ അതിൽ നിർണായകമായ ചില വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് വീണാ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കും. പിണറായി വിജയനും പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടതായി വരും വീണാ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായിരിക്കും ഈ കേസിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം സാർത്ഥകമായിരിക്കുന്നു. അതായത് സ്വപ്ന സുരേഷ് പറഞ്ഞു ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം പിണറായി വിജയന് വലിയ തിരിച്ചടി ഉണ്ടാകും. എൻ്റെ പ്രായത്തിലൊരു മകൾ പിണറായി വിജയനുണ്ട്. അവർക്കും സമാനമായ ഒരു ഗതി വരാതിരിക്കട്ടെ. വരികയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും കാലം പിണറായി വിജയന് നൽകി വയ്ക്കുന്ന ഒരു തിരിച്ചടി എന്ന് അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഏതാണ്ട് അന്വർത്ഥമാകാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു എന്ന് വേണം കണക്കിലാക്കാൻ. എന്തായിരിക്കും ഇനി ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.